ഈ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താ? ഈ ക്വസ്റ്റ്യൻ പറയുന്നത് ഒരാൾ 5.25 ഒരു ബുക്ക് വിറ്റു. ഒരു പ്രോഫിറ്റ് അയാൾ ഗെയിൻ ചെയ്തു. എത്രയോ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അയാൾ ഗെയിൻ ചെയ്തു. അതിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അയാൾ വാങ്ങിയ പ്രൈസാണ്. അങ്ങനെയാണെങ്കിൽ ആ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ അയാൾ എത്ര പ്രോഫിറ്റാണ് ഗെയിൻ ചെയ്തതെന്ന് പെർസെൻറ്റേജും തന്നിട്ടില്ല, എത്ര ആ പ്രോഫിറ്റ് ഗെയിൻ ചെയ്തതെന്ന് തന്നിട്ടില്ല, പ്ലസ് കോസ്റ്റ് പ്രൈസും തന്നിട്ടില്ല. ജസ്റ്റ് 5.25 രൂപയ്ക്ക് വിറ്റപ്പോൾ എത്രയോ ലാഭം കിട്ടി, എത്രയോ പെർസെൻറ്റേജ് ലാഭം കിട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ ആക്കി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കോസ്റ്റ് പ്രൈസ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് കിട്ടും. ശരിയല്ലേ? സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു? 5.25. അതിൽ നിന്ന് എത്രയോ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഇതും തന്നിട്ടില്ല അല്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇപ്പോൾ പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്ന കോസ്റ്റ് പ്രൈസ് നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാമായിരുന്നു ഇല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിൽ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണം. നോക്കിയോ, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. പ്രോഫിറ്റ് ബൈ പർച്ചേസ് പ്രൈസ് അല്ലെ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഇതാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് അറിയാമോ? പ്രോഫിറ്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ് പ്രോഫിറ്റ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോഫിറ്റിന് പകരം എന്ത് കൊടുക്കാം? സെല്ലിംഗ് പ്രൈസ് എത്രയാ? ഇത് 5.25 മൈനസ് ഈ കോസ്റ്റ് പ്രൈസിനെ ഞാൻ പി എന്ന് എടുത്തു. ഈസിക്കൽ എന്താ ഇവിടുത്തെ പ്രോഫിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് പ്രൈസിനെ സി പി എന്ന് എടുക്കണമെങ്കിൽ സി പി എന്ന് എടുക്കാം, പ്രശ്നമില്ല. പക്ഷെ പി എന്ന് എടുത്തു കഴിഞ്ഞാൽ അല്ലെ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ എക്സ് എന്നല്ലേ എടുത്തത്, എക്സ് എന്ന് അങ്ങ് എടുക്കാം. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ എക്സ് എന്ന് അങ്ങ് എടുക്കാം. കോസ്റ്റ് പ്രൈസിന് നമ്മൾ എക്സ് എന്ന് എടുക്കാം. എക്സ് ഈസിക്കൽ എന്താ ഇവിടുത്തെ പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് എന്തെന്ന് എഴുതാം? 5.25 മൈനസ് എക്സ് ആണ് പ്രോഫിറ്റ്, ഡിവൈഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാ? എക്സ് ആയിട്ട് എടുത്തത് ഇൻറ്റു എത്രയാ? 100. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയോ, as much percentage ഓക്കെ. ഇവിടെ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ. ആരാണ് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചേ? ആസ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ആണോ? അപ്പം ശരിക്കും അവിടെ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് പെർസെൻറ്റേജും കോസ്റ്റ് പ്രൈസും സെയിം ആണെന്നല്ലേ ഇതിനകത്ത്? അതായത് ഇവിടെ എന്തോ പറഞ്ഞിരിക്കുന്നത്, അതായത് എ പേഴ്സൺ സെൽസ് എ ബുക്ക് ഫോർ 5.25 ആൻഡ് ഗെയിൻസ് ആസ് മച്ച് പെർസെൻറ്റേജ് ആസ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് ഇൻ ഇറ്റ്സ് റുപ്പീസ്. അതായത് കോസ്റ്റ് പ്രൈസിൽ നിന്ന് ഗെയിൻസ് ആസ് മച്ച് പെർസെൻറ്റേജ് ആസ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ്. അതായത് കോസ്റ്റ് പ്രൈസ് പോലെ പെർസെൻറ്റേജ് ഗെയിൻ ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? കോസ്റ്റ് പ്രൈസിനെയും പ്രോഫിറ്റ് പെർസെൻറ്റേജിനെയും സെയിം ആക്കാം. അപ്പോൾ ഇവിടെ എക്സ് ഇട്ട് കൊടുത്ത് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കിക്കോളൂ, ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇത് എക്സ് സ്ക്വയർ വരും. എന്നിട്ട് നമുക്ക് എക്സ് സ്ക്വയർ ഈസിക്കൽ 525 മൈനസ് എക്സ് ഇൻറ്റു എന്താണ് 100 എന്ന് എടുക്കാം. ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? എക്സ് സ്ക്വയർ ഈസിക്കൽ ടു 5.25 ഇൻറ്റു 100 എന്ന് പറയുമ്പോൾ 525 ആണ്. മൈനസ് എത്ര വരും? 100x എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 100x മൈനസ് 525 ഈസിക്കൽ ടു 0 എന്ന് എഴുതാം. ഇവിടെ നമുക്ക് എത്ര വരും? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് 525ഉം സമ്മ എന്ന് പറയുന്നത് 100ഉം ആണ്. എങ്ങനെ വരും? ഏതൊക്കെ ഉപയോഗിക്കാം?
സം 100 വരണം, പ്രൊഡക്റ്റ് 525 വരണം. 125 ഇൻറ്റു പറ്റുമോ? എത്ര വരും? അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ച് നോക്കിക്കോണം. എങ്ങനെ വരും? ഒരു ആൻസർ, എൻ്റെ ആൻസർ 5 അല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 5ഉം 125 100 ഇൻറ്റു അല്ല 105ഉം 5ഉം കൂടെ നോക്കിയാലോ. 105 ഇൻറ്റു 525 105 പ്ലസ് 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരണം? 100 വരണം. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാണ്, ഇവിടെ ഏതിന് മൈനസ് കൊടുക്കുക? 5ന് മൈനസ് കൊടുക്കുക. 5ന് മൈനസ് കൊടുക്കുമ്പോൾ ഇതെന്ത് വരും? -525, ഇത് +100 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ x² പ്ലസ് 105 എക്സ് മൈനസ് 5x മൈനസ് 525 ഈസിക്കൽ എത്രയാണ്? 0. അങ്ങനെയാണെങ്കിൽ എക്സ് കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 105, ഇവിടുന്ന് -5 കോമൺ എടുത്തു കഴിഞ്ഞാൽ എക്സ് പ്ലസ് 105 ഈസിക്കൽ 0. അപ്പം എക്സ് പ്ലസ് 105 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ? എക്സ് മൈനസ് 5 ഈസിക്കൽ 0. അവിടുന്ന് എക്സ് മൈനസ് 5 ഈസിക്കൽ 0, അവിടുന്ന് എക്സ് ഈസിക്കൽ എത്രയാണ്? 5. അവിടെ ആ ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അത് ഓക്കെ അല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അതായത് ആൻഡ് ഗെയിൻസ് ആസ് മച്ച് പെർസെൻറ്റേജ് ആസ് ഇറ്റ്സ് കോസ്റ്റ് പ്രൈസ് എന്നാണ് പറയുന്നത്. അതായത് കോസ്റ്റ് പ്രൈസും ആ പ്രോഫിറ്റിന്റെ പെർസെൻറ്റേജ് എന്താണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് സെയിം ആണെന്ന് അതിനർത്ഥം കേട്ടോ. അങ്ങനെ നിങ്ങൾ സങ്കല്പിച്ചാലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ സന? ഓക്കെ ആണോ? അതായത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതും കോസ്റ്റ് പ്രൈസും എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം ആണെന്ന്. അപ്പോൾ അതിനർത്ഥം 5% കിട്ടിയെന്ന്. ശരിയല്ലേ? അതായത് 5.25ന്റെ 5% പ്രോഫിറ്റ് ആണ്. 5ന്റെ 5% എത്രയാണ്? 0.25. 0.25 കൂട്ടി, അപ്പോൾ 5% പ്രോഫിറ്റ്. അപ്പം കോസ്റ്റ് പ്രൈസും അവിടുത്തെ പ്രോഫിറ്റ് പെർസെൻറ്റേജും സെയിം ആണെന്നുള്ള ഇതിൽ നിന്നാണ് നമ്മളിവിടെ പിടിച്ചത്. കാരണം ഈ പ്രോഫിറ്റ് പെർസെൻറ്റേജിനെ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റണം? കോസ്റ്റ് പ്രൈസും പ്രോഫിറ്റ് പെർസെൻറ്റേജും സെയിം ആണെന്ന് എടുക്കാൻ പറ്റണം. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് അങ്ങനെ ചെയ്യാതെ കിട്ടില്ല കേട്ടോ. അങ്ങനെ മനസ്സിലാക്കാതെ കിട്ടില്ല. ദിവ്യ ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാമോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേക്കണേ.